നാടകീയ നിമിഷങ്ങളാണ് നിയമസഭയിൽ. ഇന്ന് നിയമസഭ പിരിയുകയാണ്, താൽക്കാലികമായി പിരിയുകയാണ്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്കും അതിൻ്റെ രാഷ്ട്രീയ കേളികൊട്ടൊരുക്കത്തിലേക്കുമാണ് നിയമസഭയിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് പിന്നാലെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ഇപ്പോൾ ഭരണപക്ഷ അംഗങ്ങളും സഭയ്ക്ക് പുറത്തേക്ക് വരികയാണ്. പ്രതിപക്ഷത്തിനെതിരെ വലിയ രാഷ്ട്രീയ നീക്കങ്ങളുമായി ഭരണപക്ഷ അംഗങ്ങൾ ഇപ്പോൾ സഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കും. ഇന്നത്തെ സാഹചര്യം വ്യക്തമാക്കുന്നത് ഇതാണ്. ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അടുത്തത് ഇടതുപക്ഷ മുന്നണി നേതാക്കൾ സംസാരിക്കും. 15ാമത് കേരള നിയമസഭയുടെ 16ാമത് സമ്മേളനം ആരംഭിച്ച ദിവസം മുതൽ കേരളത്തിലെ പ്രതിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ ഈ നാടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷത്തിന് വലിയ ഉത്തരവാദിത്വമാണ് നിയമസഭയിൽ നിർവഹിക്കാനുള്ളത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ഈ നിയമസഭാ സമ്മേളനം ആരംഭിച്ചത് മുതൽ തുടർന്നു വരുന്ന അവരുടെ പ്രഹസനങ്ങൾ, അവരവിടെ പ്രക്ഷോഭത്തിൻ്റെ പേരിൽ നടത്തുന്ന പ്രഹസനങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഒരു സാധാരണഗതിയിൽ ഇത്തരം വിഷയത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ശബരിമല സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത്തരം വിഷയം നിയമസഭക്കകത്ത് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് അവരുടെ നിർദ്ദേശമെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം ഉൾപ്പെടെ അവർക്ക് കൊണ്ടുവരാവുന്നതാണ്. ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് സന്നദ്ധമാണെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ചെയർ ഇന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ വിഷയം യഥാർത്ഥത്തിൽ അവിടെ കൊണ്ടുവരാനും ചർച്ച ചെയ്യാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ഉണ്ടായിട്ടുള്ള സംഭവമെന്ന് കേരളത്തിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്താനും ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സ്ഥലജല വിഭ്രാന്തി നേരിട്ട ഒരവസ്ഥയിലാണ് അവരിപ്പോൾ കേരളത്തിൽ പെരുമാറുന്നത്. ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ സർക്കാരിനെതിരെ ചെളിവാരി എറിഞ്ഞ് സർക്കാരിനെ ആക്ഷേപിച്ച് ഭരണാധികാരികളെ ആക്ഷേപിച്ച് മുഖ്യമന്ത്രിയെ അടക്കം ആക്ഷേപിച്ച് എന്തെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് പുറത്ത് ജനങ്ങളുടെ മുമ്പിലേക്ക് പോയാൽ തങ്ങൾക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകുമെന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നതെങ്കിൽ, UDF ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് നേരെ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിൻ്റെ ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നത് എന്നതാണ് വസ്തുത. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ വീണ്ടും വരാൻ പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള സ്ഥിതി. എങ്ങനെയാണ് അതിനെതിരെ വലിയ പ്രചരണങ്ങൾ സംഘടിപ്പിക്കേണ്ടെന്ന ധാരണയോടുകൂടി മാത്രമാണ് UDF അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം. അതിനെ ജനങ്ങൾ അവറ്റയോടെ തള്ളിക്കളയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത നന്ദി പ്രമേയത്തിലൂടെയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. ഗവർണറുടെ പ്രസംഗത്തിലൂടെയാണ് ഈ സമ്മേളനം ആരംഭിക്കുന്നത്. നന്ദി പ്രമേയ ചർച്ചയിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ അവസരം അവർ ഉപയോഗിച്ചില്ല. ഒരു ദിവസം മാത്രമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ബഡ്ജറ്റ് ചർച്ച, പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ്റിനെ വിമർശിക്കാനുള്ള അവസരം അവർ ഉപയോഗിച്ചില്ല. ഇന്നത്തെ ദിവസം ഉപധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത ദിവസം സർക്കാരിനെ വിമർശിക്കാനുള്ള ഒരു അവസരമാണ്, അതും ഉപയോഗിച്ചില്ല. അപ്പം നിയമസഭയ്ക്കുള്ളിൽ സർക്കാരിനെ വിമർശിക്കാനുള്ള അവസരങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെ സഭ സ്തംഭിപ്പിച്ച് പുറത്ത് തെറ്റായ പ്രചരണം നടത്തി അങ്ങനെ ഈ സമൂഹത്തിൽ വികാരങ്ങൾ ഇക്കിളിയിട്ടുണർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ പ്രസംഗം എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം കിട്ടിപ്പോകുന്ന പ്രതികൾക്ക്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികൾക്ക് യഥാസമയം ചാർജ് ഷീറ്റ് കൊടുക്കാത്തതിന്റെ പേരിൽ ഭരണകക്ഷി നേതാക്കളാണ് ഇപ്പോൾ നിയമസഭയ്ക്ക് പുറത്ത് സംസാരിക്കുന്നത്. മാത്യു ടി തോമസിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്തായാലും അസാധാരണ നാടകീയ നിമിഷങ്ങൾ എന്ന് തന്നെ പറയാം. അതാണ് നിയമസഭയിൽ നടക്കുന്നത്. മറ്റൊന്നുമല്ല, നിയമസഭയിലെ സ്വാഭാവിക നടപടിക്രമങ്ങൾക്കും അപ്പുറം നടക്കുന്ന നീക്കങ്ങൾക്ക് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ പ്രഖ്യാപനത്തിന് ഇനി വെറും 1-2 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ അതിൽ
കൃത്യമായി നിയമസഭയിൽ അതിൻ്റെ പ്രതിഫലനം കൂടിയാണ് ഉണ്ടാവുന്നത്. പതിവ് പോലെ സ്വർണ്ണക്കൊള്ളയെ ചൊല്ലിയായിരുന്നു ഇന്നും നിയമസഭ രാവിലെ തന്നെ പ്രക്ഷുബ്ധമായത്. സഭാ കവാടത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധവുമായി സഭയിൽ പ്രവേശിച്ച പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും അവരുടെ പ്രതിഷേധം ഇന്ന് തുടരുകയായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവും സ്വർണ്ണക്കൊള്ളയിൽ പ്രതിഷേധവും സംരക്ഷിക്കും സർക്കാരെ കള്ളന്മാരെ സംരക്ഷിക്കും മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല MLA-മാരും ശ്രമിച്ചത്. അത് ജനാധിപത്യ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട MLA-മാർ ഒരു പോലീസിന്റെ പ്രകടനം നടത്തിയാണ് മാമുക്കോയ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട് ഇമാതിരി പൂർണ്ണ തൃപ്തി. നിസ്സാര വിഷയങ്ങൾ ഉന്നയിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് നല്ല പ്രവണതയല്ല. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് പോകുന്നില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ രാവിലത്തെ ആരോപണം. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് അന്വേഷണത്തിലെ ഇടപെടൽ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃത ഇടപെടൽ നടത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് രാവിലെ ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരിച്ചു കയറിയത്. സർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സാർ അങ്ങോട്ട് പറയുന്നു. ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സർക്കാർ ശബരിമല വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമായിട്ടും പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്ന് സ്പീക്കർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇന്ന് നിലപാടെടുത്തു എന്ന പ്രത്യേകതയുമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറുമാണ്. നിങ്ങൾ ആ ഭാഗം അംഗീകരിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയാണെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. യെസ്, അതാണ് സ്പീക്കർ എടുത്ത നിലപാട്. അന്വേഷണം കുറ്റമറ്റ രീതിയിലാണെന്ന് മന്ത്രി MB രാജേഷും പറയുന്നു. അതാണ് ഇന്ന് മന്ത്രി നിലപാട് എടുത്ത നിയമസഭയിൽ. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിപക്ഷത്തിനെതിരെ പോസ്റ്ററുകളുമായി ഭരണപക്ഷവും ഇന്ന് സഭയ്ക്കകത്തെത്തി എന്ന പ്രത്യേകതയുണ്ട്. തെറ്റായ നടപടികൾ ജനം ചോദ്യം ചെയ്യുമെന്ന് TP രാമകൃഷ്ണൻ MLA പറയുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ഇന്ന് സഭ പിരിയുകയും ചെയ്തു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി സഭയിൽ നടന്നിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ സ്വർണ്ണക്കൊള്ളയിലെ പ്രതിഷേധത്തിനും അപ്പുറം, അതായത് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് അജണ്ട ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഞങ്ങളുടേത് മുഖ്യം തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാക്കുന്നത് കൂടിയാണ്. നിയമസഭയിൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയം തുടർച്ചയായി ഉന്നയിക്കുന്നതിലൂടെ പ്രതിപക്ഷത്തിന്റെ നീക്കമുണ്ടാവുന്നത്. ഇന്ന് മറ്റൊരു നീക്കമുണ്ടായത് നമുക്കറിയാം. ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരും ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അത് ഒരു വട്ടം അവരെ അനുനയിപ്പിച്ച് പരിഹരിച്ച വിഷയമാണെങ്കിൽ കൂടിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടായി. ഇത് മുന്നിൽ കണ്ടുകൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ NSSന് നൽകിയ ഇളവ് ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന നിലപാട് സഭയെ അറിയിച്ചത്. നമുക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകളൊന്ന് കേൾക്കാം. നിയമനവുമായി ബന്ധപ്പെട്ട് NSS ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് ഫയൽ ചെയ്തു. അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ ഫയൽ ചെയ്യുകയും അത് തള്ളിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. പ്രസ്തുത കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ചു. ഈ സന്ദർഭത്തിൽ NSSന് നൽകിയ അനുമതി തങ്ങൾക്കും ബാധകമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്
വിവിധ മാനേജർമാരുടെ ഭാഗത്തു നിന്ന് ശക്തമായ ആവശ്യം ഉയർന്നു വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമവകുപ്പിന്റെയും നിയമോപദേശം ആരാഞ്ഞു. അവിടെ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. പ്രസ്തുത സത്യവാങ്മൂലത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ സമിതി രൂപീകരണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ജനറൽ കാറ്റഗറിയിൽ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് നിയമനാംഗീകാരത്തിന് അപ്രൂവൽ നൽകുന്നതിന് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് നൽകിയിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അനുമതിക്ക് വിധേയമായി സമാന സ്ഥിതിയുള്ള മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കുമെന്നാണ് സർക്കാർ നയം. ഇത് സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയുടെ അനുമതി തേടിയിരിക്കുകയാണ്. ഈ കേസ് 2026 ഫെബ്രുവരി മാസം 2 കോടതിയുടെ പരിഗണനയ്ക്ക് വന്നെങ്കിലും അത് 2026 ഏപ്രിൽ 14 മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതോടെ ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിര നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.